നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഹേറ്റ് ക്യാമ്പയിൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടിടത്തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ചിലപ്പോൾ ഈ ചോട്ട മൂല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞോണമെന്നില്ല. ബഡാമൗലന്മാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. ഞാൻ ചോദിക്കുന്നു, ബഹുമാന്യനായ TP, ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ബഹുമാന്യനായ ഹുസൈൻ മടവൂർ സാഹിബെ, ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ബഹുമാന്യനായ അബ്ദുൽ അസീഫ് മദനി, സലാഹുദ്ദീൻ മദനി, നിങ്ങൾക്കൊക്കെ ഒരു സംസ്കാരം ഉണ്ടല്ലോ. ഇതാണോ KNMന്റെ സംസ്കാരം? ഞങ്ങളുടെ സംസ്കാരമല്ല. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊപ്രക്കാലത്ത് ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ മാനം കാക്കണ്ട. കുറെ കാലം 12 കൊല്ലം നമ്മളെ മാനം പൊളിച്ച നടന്നല്ലോ അല്ലേ? 12 കൊല്ലങ്ങൾക്ക് എന്തേലും പണി? മാനം കാക്കിയതിന് പണി. എന്തൊക്കെ കിട്ടാവുന്ന പച്ച നുണകൾ പറഞ്ഞ് ഞങ്ങളെ എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ എല്ലാം ഊരിയാക്കിയില്ല ഞങ്ങള്. ഞങ്ങളെ മാനം പോയോ? നിങ്ങൾ എത്ര അടിക്കണോ അത്ര ഞങ്ങൾ പൊന്തുമ്പി തൗഫീഖില്ല. അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ പിന്നെ മുമ്പർക്ക് അക്കിടി ബോധ്യമായപ്പോ പുടിക്കൽ വെച്ചുകൊണ്ട് വിശദീകരണം. എന്താ വിശദീകരണം? കേട്ടോളൂ. മാനം കാക്കും എന്ന് പറഞ്ഞതിന് മറുപടി പറയാൻ വന്നു. എന്ത് അത് മാനം കാക്കുന്നതിന് ഞങ്ങളുടെ മാനം കാക്കണ്ടെന്ന് അവർക്ക് മാനം ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കാണ് അവർക്ക്. അപ്പോ മാനം മനസ്സ് കാക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ, ഒരു മനുഷ്യന്റെ ഹദീസാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. ഹദീസ് പറഞ്ഞു ഊക്കട്ടെ നിങ്ങള്. ഹൗ മൻ സത്ര മുസ്ലിം അങ്ങനെ പറഞ്ഞത് റസൂലുള്ള പറഞ്ഞ ഹദീസിന്റെ ഊക്ക്. ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമുൽ ഖിയാമ എന്ന ഹദീസാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ബാക്കി കേട്ടോളി, അപ്പം ഉദ്ദേശിച്ച് മനസ്സിലാവും. ഒരു മനുഷ്യന്റെ ന്യൂനത ദുനിയാവിൽ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത ആഖിറത്തിൽ മറച്ചു വെക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മാനം കാൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ കാക്കണമല്ലോ എന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ജബ്ബാർ മൗലവിക്കൽ ഹുസൈൻ സലഫി പോയതിന് എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മൗലവി കൊടുത്തോ? ഞങ്ങൾക്കറിയാം അവരത് പറഞ്ഞു പോയാൽ മതി എന്ന്. പക്ഷെ പല വിസ്റ്റംകാരന്റെയും മാനം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അതല്ലെങ്കിൽ ജാബിറിനെ പോലെയുള്ള ആളുകൾ തങ്ങളുടെ ശാഖയിൽ നിന്ന് ഒരു വിസ്റ്റമിന്റെ കത്തെടുത്തിട്ട് അനസ് മൗലവി നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകള്, ആ തെളിവുകളൊന്ന് പുറത്തൊന്ന് വിടാൻ ധൈര്യമുണ്ടോ എന്ന് വിസ്റ്റത്തിന്റെ സംസ്ഥാന ഘടകമൊന്നും വേണ്ട, വള്ളൂരെത്തി ശാഖയുടെ ഘടകത്തിൽ നിന്ന് നിങ്ങൾ ലെറ്റർ ഹെഡ് തന്നാൽ 3 മണിക്കൂർ പരസ്യമായി ഞാൻ എന്റെ കയ്യിലുള്ള തെളിവുകള് തുറന്നു പറയാൻ തയ്യാറാണ്. നിങ്ങൾ അതൊന്ന് എഴുതി, കാരണം വെച്ചാൽ അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകള് അത് അനസ് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നിങ്ങൾ പറയരുത്. കുത്തി നിങ്ങൾ എടുക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ നിന്ന് തരാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ വലിയ വായിൽ വന്നിട്ട് ഞങ്ങളുടെ മാനം നോക്കണ്ട, അത് ഞങ്ങളുടെ കയ്യിലല്ല, പടച്ചോന്റെ കയ്യിലാണ്. മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ ഹദീസാണ്. മറ്റൊരു മനുഷ്യന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കുമെന്ന ഹദീസ് ഉള്ളത് കൊണ്ട് മാത്രം പുറത്തു പറയാത്ത കാര്യങ്ങൾ ഇഷ്ടം പ്രവർത്തകർ തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നത്, ഇഷ്ടത്തിന്റെ ആളുകൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ അയച്ചു തന്നത് ആധികാരിക തെളിവോടുകൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് ഏതെങ്കിലും ഒരു മൈക്കിൽ നിന്നിട്ടൊരു ഉസ്താദ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പോരാ. നിങ്ങളുടെ ശാഖയുടെ കത്തിങ്ങിട്ട് തന്നാൽ മതി, അതിങ്ങനെ തെളിയിച്ചു തരാൻ കഴിയും. ശാഖയുടെ ഒരു കത്ത് തന്നാൽ മതി, ഞാൻ 3 മണിക്കൂർ പ്രസംഗിച്ചോളാം, നിങ്ങളെ മാനം മുഴുവൻ കളഞ്ഞോളാം. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഞങ്ങളെ പള്ളിരുത്തി ശാഖയുടെ ഒരു ലെറ്റർ ഹെഡിൽ തന്ന കത്ത് നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിനേക്കാളും വലിയ വില? നമ്മൾ 1 നമ്പർ ഹദീസ് നിഷേധിക്കണല്ലോ. പള്ളുരുത്തി ശാഖയുടെ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ട് അനസ് മൗലവിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ 3 മണിക്കൂർ പ്രസംഗിക്കും. പൊടിക്ക പറഞ്ഞ 3 മണിക്കൂർ പ്രസംഗിക്കും. അപ്പൊ നിങ്ങൾക്ക് ഹദീസ് ഇല്ലേ? അപ്പൊ നിങ്ങളെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞില്ല. ഞാൻ അനസ് മൗലവിയുടെ ഔദ്യോഗികമായ വേദിയിൽ നിന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞോളി. നിങ്ങൾക്ക് ഇപ്പൊ ഒരാളുകൾ കൊണ്ടെടുക്കണ്ടല്ലോ, അയാൾ കുറെ പറയുന്നുണ്ടല്ലോ ഇവിടെ എന്താണ്ടായത്. ഈ നിങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞോളി. എന്താ പറയാ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ പുറത്തിയാടുണ്ടോ നോക്കി ആ വാതിൽക്കൽ ഇങ്ങനെ ശൈത്താന് കുത്തിരിക്കുമ്പോൾ ഇങ്ങനെ കുത്തിരുന്നോളി. എന്നിട്ട് ഏതേ ശൈത്താന്മാര് ഇവിടുന്ന് കൊണ്ടേ അവിടെ പിടിച്ചിട്ട് ഓലെ പിടിച്ച് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ നടന്നോളി. അത് നിങ്ങൾക്ക് കഴിയുള്ളൂ. ഈ ആദർശത്തെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നിങ്ങൾക്ക് നേരിടാൻ ഇലാ യൗമുൽ ഖിയാമ സാധ്യമല്ല. നിങ്ങൾ ഏതെങ്കിലും ആളുടെ ക്ലിപ്പും അതുപോലെ തന്നെ മറ്റോലെ വീഡിയോ
അതുപോലെ തന്നെ മറ്റേ ആള് അവിടെ ഇറക്കിയതും പഴക്കിയതും അതൊക്കെ പറഞ്ഞ് നടന്നോളി. നമുക്ക് ഏർപ്പാടില്ല. അതുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വളരെ വ്യക്തമാണ്. നിങ്ങൾ എത്ര ഊക്കിട്ട് എത്ര മാനം കെടുത്താൻ ഉദ്ദേശിച്ചാലും തൗഫീഖില്ല, അള്ളാഹുവിന്റെ ഈ സംഘം അള്ളാഹുവിന്റെ ദഅവത്തുമായി മുന്നോട്ട് പോകും എന്നൊരു യാതൊരു സംശയവുമില്ല. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം.